ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ റോയൽസ് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒബ്വിയസ്ലി നമ്മുടെ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡ് സാറുണ്ട്, ഷെയ്ൻ വാട്സൺ ഉണ്ട്, ഹോഡ്ജ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ആ സമയത്ത് നമ്മളെ പീക്കിൽ നിൽക്കുന്ന എല്ലാ പ്ലേയേഴ്സും നമ്മുടെ ഒരു സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു ചെറിയ പയ്യൻ ആ ഒരു സമയത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവരെന്തൊക്കെയാണ് ചെയ്യണത്, ഇത്രയും വലിയ കളിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളൊരു ഇതാണ് ഫസ്റ്റ് ഞാൻ അവിടെ നോക്കുകയുണ്ടായത്. അപ്പം ഒബ്വിയസ്ലി ദ്രാവിഡ് സാറിനെ കുറിച്ച് നമുക്കറിയാം എന്തൊക്കെയാണ്, ഹീസ് എ വെരി ഡിസിപ്ലിൻ ക്രിക്കറ്റർ എന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറ് എങ്ങനെയാണ്, ബിക്കോസ് ഞാൻ ആ സമയത്ത് ഞാൻ കേരള ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു വിജയ സാരൊക്കെ നമ്മൾ സെമി ഫൈനൽ കളിച്ച് അതിനുശേഷം ആ വർഷം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഞാൻ ക്യാപ്റ്റൻസി ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഒരു പുള്ളിയുടെ ഒരു ഇതിൽ ഞാൻ നോക്കുന്നത്. പിന്നെ ഷെയ്ൻ വാട്സണൊക്കെ ആയിക്കോട്ടെ, അവർ നെറ്റ്സിൽ എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ക്രിക്കറ്റിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒരു ക്വസ്റ്റ്യൻസാണ് എല്ലായിടത്തും പോയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് കളി ജയിക്കാൻ പറ്റും, അങ്ങനെ കുറേ നമ്മളൊരു ഉള്ളിലൊരു കിഡ് വരികയാണ്. എല്ലാവരും ചോദിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അവരെല്ലാം ഭയങ്കര ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ട് ദേ യൂസ് ടു ടെൽ എന്തൊക്കെയാണ് ചെയ്യണം, യു ഹാവ് ടു ഹാർഡ് വർക്ക്, എല്ലാം പുള്ളി അവർ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 2013 കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് അവേ RCBയിൽ 2016 കളിച്ചപ്പോൾ അവിടെ ഷെയ്ൻ വാട്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമുക്ക് റിലേഷൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടാലും ഹീസ് ഒരു ഭയങ്കര നല്ലൊരു ഒരു ക്രിക്കറ്ററിനേക്കാൾ ഒരുപടി ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് ഷെയ്ൻ വാട്സൺ. പിന്നെ രാഹുൽ സാർ എപ്പോഴും ഏത് സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈസ് വെരി ഡൗൺ ടു എർത്ത്, ഭയങ്കര ക്രിക്കറ്റിനെ കുറിച്ച് ഭയങ്കര നോളജുള്ള ഒരു ആളാണ് രാഹുൽ ദ്രാവിഡും. അപ്പം ആ ഒരു 2013 IPL എന്നെ കുറേ കാരണം ഒന്നും അറിയാതെ വന്ന സച്ചിൻ ബേബീനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു സീസണായിരുന്നു.